സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള മരുന്ന് വിതരണം നിർത്തിവെക്കാൻ നിർബന്ധിതരായതെന്ന് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്ഗിസ്റ്റ് അസോസിയേഷൻ സ്റ്റേറ്റ് ജനറൽ കൌൺസിൽ മെമ്പറും ജില്ലാ കമ്മിറ്റി അംഗവുമായ സാംസൺ എം ജോൺ പറഞ്ഞു. ഇതുവരെ ആശുപത്രി അധികൃതർ യാതൊരു ചർച്ചയ്ക്കും വിളിച്ചിട്ടില്ലെന്നും വിതരണക്കാരിൽ പലരും വലിയ കടക്കണിയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനുവരി 10 വരെയുള്ള പൈസ പെൻഡിംഗ് ആണ്. ഏകദേശം 50,000 രൂപ മുതൽ 5 കോടി രൂപ വരെ പേയ്മെന്റ് കിട്ടാനുള്ള കച്ചവടക്കാരുണ്ട്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കച്ചവടം ചെയ്യുന്നവരാണ് എല്ലാവരും. കമ്പനികളിൽ നിന്നും മരുന്ന് വരുന്നില്ല. കമ്പനികൾക്കൊക്കെ അഡ്വാൻസ് പേയ്മെന്റ് ആണ്. ആ ഒരു സാഹചര്യത്തിലാണ് മരുന്ന് വിതരണം ഞങ്ങൾ നിർത്തിവെച്ചത്. ഇപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടക്കണിയിലായ ഒത്തിരി കച്ചവടക്കാർ ഈ കൂട്ടത്തിലുണ്ട്. നമ്മളെ ആരെയും ഇതുവരെ ഈ പേയ്മെന്റിന്റെ കാര്യം പറഞ്ഞൊരു ചർച്ചയ്ക്ക് വിളിക്കുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 4-5 പേര് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും വീണ്ടും വലിയ ഭീമമായ ലോൺ എടുത്തിട്ടാണ് കട നടത്തിക്കൊണ്ട് പോകുന്നത്. അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം മെഡിക്കൽ കോളേജിലേക്കുള്ള സപ്ലൈ മാത്രമല്ലല്ലോ, ഞങ്ങൾ ഇവിടുത്തെ സാധാരണ മെഡിക്കൽ ഷോപ്പിലും ഹോസ്പിറ്റലിലും ഒക്കെ മരുന്ന് കൊടുക്കുന്നവരാണ്. ഞങ്ങൾ എന്ത് ചർച്ചയ്ക്കും തയ്യാറാണ്. ഞങ്ങൾക്ക് പ്രശ്നം തീരണമെന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് സപ്ലൈ ചെയ്ത പൈസ കിട്ടണം. പൈസ കിട്ടാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ലല്ലോ. ഇതിപ്പോൾ ഞങ്ങളുടെ ദയനീയമായ ഒരു അപേക്ഷയായിട്ട് നിങ്ങൾ കണക്കാക്കണം എന്നാണ് ഞങ്ങൾക്ക് ജനങ്ങളോടും പൊതുജനങ്ങളോടും മറ്റുള്ള എല്ലാവരോടും പറയാനുള്ളത്. കാരണം നിലനിൽപ്പിന്റെ പ്രശ്നമാണിത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി വർഷ ഗിരീഷ് ചേരുന്നുണ്ട്. വർഷ, നിരവധി ആളുകൾ ആശ്രയിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ്, നേരത്തെ വർഷ സൂചിപ്പിച്ചതുപോലെ ആ ആശുപത്രിക്കാണ് ഇത്തരത്തിലൊരു ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. പ്രശ്നം പരിഹരിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ? എങ്ങനെയാണ് ഇതിനെ ഇനി പരിഹരിക്കാൻ കഴിയുക? അതെ, തീർച്ചയായും ആശുപത്രി അധികൃതർ തങ്ങളുമായി യാതൊരു ചർച്ചയ്ക്കും തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് മരുന്ന് വിതരണക്കാർ പറയുന്നത്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണെന്നും മിക്കവരും കടക്കെണിയിലാണെന്നും അതുകൊണ്ട് തന്നെയാണ് മരുന്ന് വിതരണം നിവർത്തികേടുകൊണ്ട് നിർത്തിവെച്ചതെന്നുമാണ് മരുന്ന് വിതരണക്കാർ പറയുന്നത്. എന്നാൽ പ്രശ്നത്തിന് യാതൊരു പരിഹാരവും കാണാൻ സർക്കാർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഉയരുന്ന ആക്ഷേപം. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ സമരവുമായി രംഗത്തെത്തിയിട്ടും സർക്കാരിന് യാതൊരു അനക്കവുമില്ല. ഇത്ര വലിയൊരു ഗൗരവമായ സംഭവത്തെ എത്ര നിസ്സാരമായാണ് സർക്കാർ കാണുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കാരണം ജില്ലയുടെ അകത്തും പുറത്തു നിന്നുമായി നിരവധി രോഗികൾ എത്തുന്ന ഒരു ആശുപത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി. അത്തരം ഒരു ആശുപത്രിയിൽ മരുന്നില്ല എന്ന് പറയുന്നത് എത്രമാത്രം വലിയ വീഴ്ചയാണെന്നുള്ളതാണ് ഉയരുന്ന ആരോപണം. എന്തായാലും എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ആവശ്യം. കാരണം കൂലിപ്പണിക്ക് പോകുന്ന സാധാരണക്കാരായ ആളുകളാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുന്നത്. അവർക്ക് വലിയ വില കൊടുത്ത് പുറത്തുനിന്ന് മരുന്ന് വാങ്ങാനുള്ള യാതൊരു കഴിവുമില്ല. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് അവരുടെ ജീവനെ നിലനിർത്താനുള്ളൊരു ആശ്രയമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നുള്ളത്. അവിടെ മരുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങോട്ട് പോകണം തങ്ങളെന്നുള്ള ചോദ്യമാണ് രോഗികൾ എന്തായാലും മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിച്ച് അവരുടെ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർത്ത് ഈ ആശുപത്രിയിൽ മരുന്ന് എത്തിക്കണം എന്നുള്ളതാണ് ആവശ്യം. ഇല്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം.